ഓരോ മാസവും ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഓഹരി വിപണിയിലെ ഉയർച്ചയും താഴ്ചയും ഈ കോടീശ്വരന്മാരുടെ ആസ്തിയെ നിമിഷ നേരം കൊണ്ട് മാറ്റിമറിക്കും. 2026 മാർച്ച് മാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണ്? ഇലോൺ മസ്ക് തന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയോ? ജെഫ് ബെസോസിനും സക്കർബർഗിനും എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുന്നത് മറ്റാരുമല്ല, ഇലോൺ മസ്ക് തന്നെയാണ്. 839 ബില്യൺ ഡോളറാണ് മസ്കിന്റെ ഇന്നത്തെ ആസ്തി. ഫെബ്രുവരി മാസത്തിൽ മാത്രം 64 ബില്യൺ ഡോളറാണ് അദ്ദേഹം തന്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണിയർ എന്ന പദവിയിലേക്ക് മസ്ക് അതിവേഗം അടുക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് ഗൂഗിളിന്റെ സഹസ്ഥാപകനായ ലാറി പേജ് ആണ്, 257 ബില്യൺ ഡോളർ. മൂന്നാം സ്ഥാനത്ത് മറ്റൊരു ഗൂഗിൾ സഹസ്ഥാപകനായ സെർജി ബിൻ, 237 ബില്യൺ ഡോളർ. നാലാം സ്ഥാനത്ത് ആമസോൺ തലവൻ ജെഫ് ബെസോസ് ആണ്. ഫെബ്രുവരി മാസം ബെസോസിനെ സംബന്ധിച്ച് അത്ര നല്ലതായിരുന്നില്ല. ആമസോൺ ഓഹരികളിലെ ഇടിവ് കാരണം അദ്ദേഹത്തിന് 26 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത്. അഞ്ചാം സ്ഥാനത്ത് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്, 222 ബില്യൺ ഡോളർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി ആറാം സ്ഥാനത്ത് ഒറാക്കിളിന്റെ ലാറി എലിസൺ ആണ്, 191 ബില്യൺ ഡോളർ. ഏഴാം സ്ഥാനത്ത് ഫ്രഞ്ച് വ്യവസായിയും ലക്ഷറി ബ്രാൻഡുകളുടെ രാജാവുമായ ബെർണാഡ് അൾനോട്ട്, 171 ബില്യൺ ഡോളർ. എട്ടാം സ്ഥാനത്ത് എൻവിഡിയുടെ ജെൻസൺ ഹുവാങ്, 154 ബില്യൺ ഡോളർ. ഈ മാസത്തെ പട്ടികയിലെ പ്രത്യേകത ഇതിഹാസ നിക്ഷേപകൻ വാറൻ ബഫറ്റ് 9ാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നതാണ്, 149 ബില്യൺ ഡോളർ. 10ാം സ്ഥാനത്ത് സാറ ബ്രാൻഡിന്റെ ഉടമ അമാൻഡിയോ ഒർട്ടേഗയാണ്, 148 ബില്യൺ ഡോളറുമായിട്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ബഫറ്റും ഒർട്ടേഗയും തമ്മിൽ സ്ഥാനങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഈ പട്ടികയിലെ ആദ്യ 10 പേരും പുരുഷന്മാരാണെന്നതാണ്. ബട്ട് ലേഡീസ് ഔട്ട് ദർ, നോ നീഡ് ടു വറി. ഈ വർഷത്തെ വുമൻസ് ഡേയുടെ തോട്ട് തന്നെ ഇതാണ്, ഗീവ് ടു ഗെയിൻ. സോ ഇത് ആ ഒരു ഗീവ് ആവട്ടെ അല്ലേ, ഒരു വിട്ടുകൊടുക്കൽ. ബട്ട് ടെക്നോളജി മേഖലയിലെ ചാഞ്ചാട്ടങ്ങൾ ഈ പട്ടികയെ ഇനിയും മാറ്റിമറിച്ചേക്കാം. ഇലോൺ മസ്ക് എപ്പോൾ ട്രില്യണർ ആകുമെന്ന് നിങ്ങൾ കരുതുന്നേ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് കീപ് വാച്ചിങ്.